കാറ്റത്തി കിളിക്കുള്ളിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ നമ്മളെ നിധിയെടുത്താണെങ്കിൽ സങ്കടപ്പെട്ട് കരഞ്ഞോട്ടൊക്കെ ഇരിക്കും കേട്ടോ. നമ്മളെ സുനന്ദയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ എന്നിട്ട് സുഭാഷ് ആണെങ്കിൽ നമ്മളെ നിധിയെടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ കൊല്ലാൻ വരുന്ന ഒരാളെ മുമ്പിൽ കൈ കൂമ്പിയൊക്കെ നിൽക്കുന്ന ഒരു സീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നമ്മളെ സുഭാഷ് ആണെങ്കിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നിധിയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധിയെടുത്ത് പറയുന്നുണ്ട് അവൾക്ക് കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ നിധിയാണെങ്കിലും കരഞ്ഞുകൊണ്ടൊക്കെ തലയാട്ടിയിട്ട് പറയുന്നുണ്ട്, ഇല്ല ഒരു കുഴപ്പം വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ സുഭാഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഇവിടെ ആയിരുന്നാലും നല്ലത് മാത്രം വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് സുഭാഷ് പറയുന്നുണ്ട്, അവൾക്കല്ലെങ്കിലും എന്താ കുഴപ്പം വരാനാ, ഒന്നും വരത്തില്ല, അവളാണെങ്കിൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പൊട്ടി പെണ്ണാണ് അവളെന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ആ പയ്യനെ അവളെ നല്ലതുപോലെ സ്നേഹിക്കട്ടെ, അവൾക്കും തിരിച്ച് ആ പയ്യനെ നല്ലതുപോലെ സ്നേഹിക്കാനൊക്കെ കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവളെ മനസ്സിൽ നിന്നാണെങ്കിൽ എന്നെ എടുത്ത് അവൾ കളയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ അഭിമാനത്തോടെ അവൾ പറയണം, എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികളെന്നൊക്കെ അവൾ നല്ല അഭിമാനത്തോടൊക്കെ പറയണമെന്നൊക്കെ നമ്മൾ സുഭാഷ് പറയുന്ന സമയത്താണെങ്കിലും സുഭാഷ് ആണെങ്കിൽ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധിക്കാണെങ്കിലും സങ്കടം സഹിക്കാൻ വയ്യാതെ നിധിയാണെങ്കിൽ കണ്ണൊക്കെ തുടച്ചിട്ടാണെങ്കിൽ അവിടെ നിന്ന് അടുക്കളയിലോട്ട് പോയി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സുഭാഷിൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുടിയെന്നൊക്കെ പറഞ്ഞു സുഭാഷ് ആണെങ്കിൽ ഒറ്റ വലിക്ക് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും ഇനി ഈ വീട്ടിലാണെങ്കിൽ അവളെ നിഴലും ഉണ്ടാവത്തില്ലല്ലോ, അതുപോലെ തന്നെ സുഭാഷ് ഏട്ടാ എന്നുള്ളൊരു വിളി ഇനി ഉണ്ടാവത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇരുട്ട് കനക്കുന്ന സമയത്താണെങ്കിൽ അവൾ അമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ടൊക്കെ അവൾ പോകുന്നതൊക്കെ ഇനി അതൊക്കെ ഓർക്കുമ്പോൾ സമയത്താണെങ്കിൽ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് പറയുന്നുണ്ട്, ആണുങ്ങൾ എന്തായാലും കരയാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് ആണെങ്കിലും സുധീഷ് ആണെങ്കിലും എന്നെ കളിയാക്കിയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, ഞങ്ങളെ വീട്ടിലാണെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവൾ ഇവിടെ തന്നെ വന്ന് കയറിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകി വന്ന് നീ ആണെങ്കിലും അതിന് ഒരുപാട് ശ്രമിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിധിയുടെ കയ്യിൽ പിടിച്ചിട്ടാണ് സുഭാഷ് പറയുന്നുണ്ട്, സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിധി ഒന്നെങ്കിൽ നമുക്ക് ആണുങ്ങൾക്ക് ഒന്ന് കരയണമെന്നുണ്ടെങ്കിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഒരമ്മ വേണം, അല്ലെങ്കിൽ ഒരു പെങ്ങൾ വേണം, പക്ഷേ എനിക്കാണെങ്കിൽ ഇത് രണ്ടും ഇല്ലാതെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുഭാഷ് ആണെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നിധി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ലേ സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുഭാഷാണെങ്കിൽ നിധിയെടുത്ത് പറയുന്നുണ്ട്, മോളെ നീയാണെങ്കിൽ എൻ്റെ ഒരു അനിയത്തിയായിട്ട് വന്ന് കയറിയത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ പൊട്ടി പറഞ്ഞു പോയത്, അല്ലെങ്കിൽ എല്ലാം കിടന്ന് തിങ്ങി ഞെരുങ്ങി പോയെന്നൊക്കെ പറഞ്ഞാലും സുഭാഷാണെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നിധിയാണെങ്കിൽ നിധിയും കരയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും മതി മോളെ, എന്തായാലും നിന്നെയും ഞാനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുഭാഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, മോളെ നിന്നെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വൈകിട്ട് കഴിക്കാൻ വേണ്ടി എന്താ വേണം, പൂരി വേണം, ചപ്പാത്തി വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ആദ്യം പോയി കിടന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നിധി പറയുന്നുണ്ട്, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല സുഭാഷ് ചേട്ടാ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, മോളെ നിന്നെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ഒന്ന് പോയി കിടക്കുക, ഈ മനസ്സിലെ സങ്കടം ഒന്ന് മാറുന്ന വരെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ റൂമിലോട്ട് പോകുന്ന ടൈമിലാണെങ്കിൽ അവിടെ ഇരിക്കുന്ന കസേര തട്ടി വീഴാൻ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നിധിയാണെങ്കിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ വീഴില്ല മോളെ, കാര്യം ഞാനൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ആരുണ്ടെന്നൊക്കെ ചോദിക്കും, അങ്ങനെ ഞാൻ വീഴില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുഭാഷ് ആണെങ്കിൽ നേരെ റൂമിൽ പോയിട്ടാണെങ്കിൽ അവിടെ കട്ടിലിൽ ഇരുന്നിട്ടാണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ തലേ ദിവസം നമ്മൾ സുനന്ദ വന്ന കാര്യങ്ങളെല്ലാം ഓർത്തൊക്കെ ആണെങ്കിൽ സുഭാഷ് ആണെങ്കിൽ ഇങ്ങനെ കരയുന്നുണ്ട്. സുനന്ദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ സുഭാഷ് ചേട്ടനല്ലാതെ വേറൊരു പുരുഷന് ഒരു സ്ഥാനമില്ല എന്നൊക്കെ നമ്മൾ സുനന്ദ പറയുന്നതും പിന്നെ അമ്മ വലിച്ചെടുത്തുകൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ആ വേദനയോടെയൊക്കെ ആണെങ്കിൽ സുനന്ദയാണെങ്കിൽ സുഭാഷിൻ്റെ കണ്ണുകളിലൊക്കെ നോക്കുന്നതും, അതുപോലെ തന്നെ സുഭാഷാണെങ്കിൽ താലി കെട്ടാൻ പോയപ്പോഴത്തേക്ക് സുനന്ദയുടെ കണ്ണിലെ ആ ഒരു സന്തോഷമൊക്കെ ഓർത്തോർത്ത് സുഭാഷാണെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നിധിയാണെങ്കിൽ ആ ടെൻഷനോടെ അടുക്കളയിലോട്ട് പോയിട്ടാണെങ്കിൽ അവിടെ ആണെങ്കിൽ ഒരു പാത്രമൊക്കെ വന്ന് തറയിലൊക്കെ വീഴുന്നുണ്ട്. സൗണ്ട് കേട്ടാണെങ്കിൽ സുഭാഷാണെങ്കിൽ നേരെ അടുക്കളയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ അത് സുഭാഷ് ചേട്ടാ ഞാനൊരു പാത്രം എടുത്തപ്പോൾ വേറൊരു പാത്രം തട്ടി തറയിൽ വീണ സൗണ്ടാന്ന് പറഞ്ഞു കേട്ടോ കേട്ടത്. അപ്പോഴത്തേക്ക് സുഭാഷ് ചോദിക്കുന്നത്, അല്ല മോളത്തിനെ ഇപ്പോൾ ഇങ്ങോട്ട് അടുക്കളയിലോട്ട് വന്നതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഇല്ല, ഞാനാണെങ്കിൽ സുഭാഷ് ചേട്ടനൊരു ചായ ഇടാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷ് പറയുന്നുണ്ട്, അത് മോൾ ഇടണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ ഞാനാണെങ്കിൽ ചായ ഇട്ട് തരാം, ചേട്ടനാണെങ്കിൽ അവിടെ പോയി
പോയി ഇരുന്നേന്നൊക്കെ സമയത്ത് നിധി പറയുന്നുണ്ട്. പറഞ്ഞില്ല ഏട്ടാ, ഏട്ടൻ പോയി ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നിധിയാണെങ്കിൽ നിധി ഇങ്ങനെ ടെൻഷനോടെ നോക്കി നമ്മൾ സുഭാഷ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ സുഭാഷിന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ താഴെ വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുഭാഷ് പറയുന്നു, അയ്യോ ഇവിടെ വെള്ളം കിടക്കുന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നിധിയാണെങ്കിൽ ഒരു തുണിയെടുത്ത് അവിടെ തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ പുറത്ത് പോയിട്ടാണെങ്കിൽ ഒരു ബക്കറ്റ് മോപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണെങ്കിൽ അവിടെ തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി പറഞ്ഞു, ഏട്ടാ ഞാൻ തുടച്ചോളാം, ഏട്ടൻ പോയി ഇരിക്കാൻ പറയുമ്പോൾ ഇല്ല മോളെ അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, ഏട്ടൻ പോയി ഇരിക്കും, ഞാനാണെങ്കിൽ ചായ ഇട്ടുകൊണ്ടുവരാമെന്ന് പറയുമ്പം നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ചായ ഇല്ലേ മോളെ അത് ഏട്ടൻ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുഭാഷ് ആണെങ്കിൽ ഒരു കാലി പാത്രം എടുത്ത് വെച്ചൊക്കെ അടുപ്പൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട്, ഏട്ടാ പാല് എന്ന് പറഞ്ഞ് നമ്മൾ നിധി ആണെങ്കിൽ സുഭാഷിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ സുഭാഷ് ആണെങ്കിൽ പാലെടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് ഒഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഏട്ടാ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ആ മോളെ അപ്പോഴത്തേക്ക് ഞാൻ നിന്നെയും കൂടെ ഞാൻ സങ്കടപ്പെടുത്തിയല്ലോ എന്നൊക്കെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല ഏട്ടാ, എന്തായാലും അത് പറഞ്ഞ് മനസ്സിലാവും, ഒരു ഭാരം അങ്ങ് ഒഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ നിധി പറയുന്നുണ്ട്, ഏട്ടനാണെങ്കിൽ പോയി അവിടെ പോയി റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട്, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സുഭാഷ് ആണെങ്കിൽ റൂമിൽ പോയി ആണെങ്കിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിധി ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, നല്ല ചായ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നിധി ആണെങ്കിൽ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷിൻ്റെ മുഖം കണ്ടിട്ട് നമ്മൾ നികേഷിന് അങ്ങനെ കാര്യമൊക്കെ മനസ്സിലായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഏട്ടാ മുഖം എന്താ ഇങ്ങനെ വല്ലായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നിധി പറയുന്നുണ്ട്, ഏട്ടൻ റെസ്റ്റ് എടുക്കട്ടെ, നീ ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീയാണെങ്കിൽ ഓട്ടം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ കസ്റ്റമർ പിന്നെ പറയുന്നുണ്ട്, എന്തായാലും സുധീഷിനെ അറിയാവുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ സുധീഷിനായിട്ട് ഇങ്ങനെ ഇടവഴി കൂടെയൊക്കെ പോകാനൊക്കെ സമ്മതിച്ചത്, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അത് ശരി, ഇപ്പോൾ 1% ആൾക്കാരാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളെയും കൂടെ ആൾക്കാർ അങ്ങനെ കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ നിധിയാണെങ്കിൽ സുധിയെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വൈഫാണ് വിളിക്കുന്നതെന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധി പറയുന്നുണ്ട്, ആ എന്താ നിധി കാര്യം പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ സുഭാഷ് ആണെങ്കിൽ കരഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുധി പറയുന്നുണ്ട്, നല്ലൊരു അവസരം കിട്ടിയതില്ല, ഇപ്പോൾ സുഭാഷ് ചേട്ടനല്ലേ അത് വേണ്ടെന്ന് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധി പറയുന്നുണ്ട്, അമ്മയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സങ്കടമൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ്റെ മുമ്പിൽ കരഞ്ഞാണോ, അതായിരിക്കും സുഭാഷ് ചേട്ടൻ്റെ മനസ്സലിഞ്ഞെന്നൊക്കെ ഇങ്ങനെ നിധി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധി പറയുന്നുണ്ട്, എന്തായാലും സുധിയാണെങ്കിൽ എന്തായാലും ഓട്ടം കളഞ്ഞിട്ട് എന്തായാലും ഇങ്ങോട്ട് വരണ്ട, ഞാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, എനിക്കും അത് കേട്ടപ്പോൾ സങ്കടം വന്ന് ഞാനും കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ ഫോൺ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് ആണെങ്കിൽ പിന്നെ കാറിൽ പോയിരിക്കുന്ന സമയത്താണെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ സുധി പറയുന്നത് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുധി പറയുന്നുണ്ട്, അവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കസ്റ്റമർ പറയുന്നുണ്ട്, അതൊക്കെ ഒരു ഭാഗ്യമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുധി പറയുന്നുണ്ട്, ആ അതെ അതെ ഭാഗ്യം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മളെ വലിയച്ഛനാണെങ്കിൽ ഒരു കടയിൽ ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ആ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, കല്യാണമൊക്കെ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് ആണെങ്കിൽ അങ്ങോട്ടൊരു വണ്ടി ശരിയാക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ വലിയച്ഛനാണെങ്കിൽ ഹരീഷിനെ കണ്ടിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, ആ കല്യാണമൊക്കെ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു, പിന്നെ ഞങ്ങളൊരു 1500 പേരെയൊക്കെയാണ് ഞങ്ങൾ ക്ഷണിച്ചത്, പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കുടുംബക്കാരെല്ലാവരും വന്നെന്നൊക്കെ പറയുന്നുണ്ട്. വലിയച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, ഇന്നങ്ങനെ സ്വന്തക്കാരാണെന്നൊക്കെ പറഞ്ഞ് ചില അലവലാദികൾ നടക്കുന്നുണ്ട്, അവരെ മാത്രം വിളിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ സദ്യയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാതോടാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചായക്കടക്കാരനാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. ചായക്കടക്കാരൻ പറയുന്നത്, എന്തായാലും എല്ലാവർക്കും കൊള്ളായിരുന്നു, പക്ഷേ അനിയനെയും കുടുംബത്തിനെയും വിളിക്കാൻ മോശമായി പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ വലിയച്ഛനാണെങ്കിൽ ഭാസ്കറിനെയും കുടുംബത്തിനെയൊക്കെ കുറിച്ചൊക്കെ മോശമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഹരീഷാണെങ്കിൽ മൈൻഡ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ വലിയച്ഛനാണെങ്കിൽ ഹരീഷിനെ ഇടാന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ഹരീഷാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആ സമയത്താണെങ്കിൽ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ വലിയച്ഛനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങളെ മോളെ കല്യാണം നടക്കുന്നതിന് മുമ്പാണെങ്കിൽ ഇവിടെ ഭയങ്കര വെല്ലുവിളിച്ചൊക്കെ നടന്നതാ, സുഭാഷിൻ്റെ കല്യാണം നടത്തുമെന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര വെല്ലുവിളിയൊക്കെ ആയിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട്, ഓ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വലിയച്ഛനാണെങ്കിൽ ചായക്കടക്കാരൻ്റെ അടുത്താണെങ്കിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ആ സംഭവമൊക്കെ. ആ സമയത്താണ് നമ്മൾ ഹരീഷാണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്താണെങ്കിൽ ദേഷ്യമൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹരീഷാണെങ്കിൽ അവിടെ ഇങ്ങനെ വലിയച്ഛനെ നോക്കിയിട്ടാണ് ഇങ്ങനെ ആക്സിലേറ്ററൊക്കെ പിടിച്ചൊക്കെ തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.